നമസ്കാരം. ഇന്ത്യയിലെ വിവിധ പോസ്റ്റ് ഓഫീസുകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഒരു സുവർണ അവസരമാണ് ഇന്ത്യൻ പോസ്റ്റിൽ വന്നിരിക്കുന്നത്. പോസ്റ്റ്മാൻ, പോസ്റ്റ് മാസ്റ്റർ തസ്തികയിലേക്കാണ് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നു. മിനിമം 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. കേരളത്തിലും നിരവധി അവസരങ്ങളാണ് ഉള്ളത്. ഏകദേശം 44,228 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്ത്യയിലെ വിവിധ പോസ്റ്റ് ഓഫീസുകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സുവർണ അവസരം ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. പോസ്റ്റ്മാൻ, പോസ്റ്റ് മാസ്റ്റർ തസ്തികയിലേക്കാണ് ഇപ്പോൾ 44,228 ഒഴിവുകൾ വന്നിരിക്കുന്നത്. ഓൺലൈനായിട്ടാണ് ഇതിൻ്റെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ഓഗസ്റ്റ് 5-ാം തീയതിയാണ് ഇതിൻ്റെ അവസാന തീയതി. നാളെയാണ് ഇതിൻ്റെ അവസാന തീയതി. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കുക. പരീക്ഷ ഒന്നും തന്നെ ഇല്ലാതെ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസുകളിൽ ജോലി നേടാനായിട്ട് ഈ സുവർണ അവസരം ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. ഓൾ ഓവർ ഇന്ത്യയിലാണ് ഇതിൻ്റെ തൊഴിൽ അവസരങ്ങൾ വന്നിരിക്കുന്നത്. കേരളത്തിൽ 2,433 ഒഴിവുകളാണ് ഉള്ളത്. 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഇത് അപേക്ഷിക്കാൻ വേണ്ടുന്ന പ്രായപരിധി 18-നും 40-നും ഇടയിൽ പ്രായമുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ SC/STക്ക് 5 വർഷവും OBCക്ക് 3 വർഷവും മറ്റ് ഏജ് റിലാക്സേഷൻ കിട്ടുന്ന കാറ്റഗറിക്ക് അതിൻ്റേതായ ഏജ് റിലാക്സേഷനും കിട്ടുന്നതായിരിക്കും. ഈ തസ്തികയിലേക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതുപോലെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ മലയാളം അറിഞ്ഞിരിക്കണം. അതുപോലെ നിങ്ങൾ നോർത്ത് ഇന്ത്യയിലാണ് ഇത് അപേക്ഷിക്കുന്നതെങ്കിൽ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജായ ഹിന്ദി അറിഞ്ഞിരിക്കണം. ഏത് പ്രദേശത്തേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലുള്ള പരിജ്ഞാനമുണ്ടാകണം. അതുപോലെ സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം. ഇവർക്കൊക്കെയാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട വിധം ഓൺലൈൻ വഴിയാണ് നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ ഫീസ് അടയ്ക്കേണ്ടതും ഓൺലൈൻ വഴിയാണ്. SC/STക്കും PWD കാൻഡിഡേറ്റ്സിനും ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല. മറ്റ് കാൻഡിഡേറ്റ്സിന് 100 രൂപയാണ് ഇതിൻ്റെ ഫീസായിട്ട് വരുന്നത്. അപ്പോൾ 100 രൂപ ഓൺലൈൻ വഴി സമർപ്പിച്ച് ഓൺലൈൻ വഴി തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം സമർപ്പിച്ചതിന് ശേഷം അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഓഗസ്റ്റ് 5-ാം തീയതിയാണ് ഇതിൻ്റെ അവസാന തീയതി. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലെയുള്ള ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു വീഡിയോയുമായിട്ട് ഇനിയും കാണും വരേക്കും നന്ദി, നമസ്കാരം.